നമുക്കറിയാം ഇന്ത്യൻ ഫുട്ബോൾ വളർന്നുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസമാണ് ഇന്ത്യയുടെ 2 മത്സരങ്ങളാണ്, അണ്ടർ-23 ടീമിൻ്റെയും അതുപോലെ തന്നെ സീനിയർ ടീമിൻ്റെ കാഫ നാഷൻസ് കപ്പ്. രണ്ടും നമ്മൾ താരതമ്യപ്പെടുത്തി നോക്കിയാൽ, കാരണം ഇന്ത്യൻ ഫുട്ബോളിലെ ഏറ്റവും വലിയ മാറ്റങ്ങളിൽ ഒന്നായിരുന്നു ഖാലിദ് ജമീൽ എന്ന് പറയുന്ന ഒരു പരിശീലകനെ ഇന്ത്യൻ ഫുട്ബോൾ ടീമിൻ്റെ മുഖ്യ പരിശീലകനാക്കിയത്. അതുപോലെ തന്നെ അണ്ടർ-23 ടീമിൻ്റെ പരിശീലകനായി നൗഷാദ് മൂസയെ നിയമിച്ചതും. അത് ഇന്ത്യൻ ഫുട്ബോൾ അഥവാ ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ എടുത്ത ഏറ്റവും മികച്ച തീരുമാനങ്ങളിൽ ഒന്നാണ് തന്നെയാണ് ഇത് തെളിയിക്കുന്നത്. കാരണം നമുക്കറിയാം കാഫ നാഷൻസ് കപ്പ് സെൻട്രൽ ഏഷ്യൻ ഫുട്ബോൾ ഫെഡറേഷൻ നടത്തുന്ന ഒരു ടൂർണമെന്റാണ് കാഫ നാഷൻസ് കപ്പ്. കാഫ നാഷൻസ് കപ്പിൽ ഇന്ത്യൻ ടീമിന്റെ പ്രകടനം വളരെയധികം മികച്ചൊരു പ്രകടനം തന്നെയായിരുന്നു. നമ്മൾ സമീപ ഭാവിയിൽ തന്നെ ഇന്ത്യൻ ഫുട്ബോളിൽ താരങ്ങളിൽ നിന്ന് കാണാൻ പറ്റുന്ന അതിലേറെ മികച്ച ഒരു പ്രകടനം തന്നെയാണ് ഖാലിദ് ജമീലിന്റെ കീഴിൽ ഇന്ത്യൻ ഫുട്ബോൾ ടീം കാഴ്ചവെച്ചത്. നമുക്കറിയാം ഇന്ത്യയെക്കാട്ടിൽ ഏറ്റവും മുൻപന്തിയിലുള്ള രാജ്യങ്ങളുമായിട്ടാണ് ഇന്ത്യ മത്സരിച്ചത്. ഇറാൻ ആയിക്കോട്ടെ, അതുപോലെ തജിക്കിസ്ഥാൻ ആയിക്കോട്ടെ, മറ്റ് ഒമാൻ ആയിക്കോട്ടെ, എല്ലാം മികച്ച രാജ്യങ്ങളാണ്. ഇന്ത്യക്കാളും ഫിഫ റാങ്കിങ്ങിൽ മുന്നിലുള്ള രാജ്യങ്ങളാണ്. ഇവർക്കെതിരെയാണ് നമ്മൾ ഈ കാഫ നാഷണൽ കപ്പിൽ മത്സരിച്ച ഒമാനെതിരെ ലാസ്റ്റ് നമ്മൾ 3-ാം സ്ഥാനം നേടിയത്. ഒമാന് നമുക്കറിയാം 79-ാം സ്ഥാനത്താണ് ഫിഫ റാങ്കിങ്ങിൽ ഉള്ളത്. ഇപ്പോൾ ഖാലിദ് ജമീലിനെ സംബന്ധിച്ചിടത്തോളം അതൊരു ഇന്ത്യൻ കോച്ചാണ്. നമുക്കറിയാം മുമ്പ് ഈഗോർ സ്റ്റിമാക് ആണെങ്കിലും മനോലോ മാർക്കസ് ആണെങ്കിലും സ്റ്റീഫൻ കോൺസ്റ്റന്റൈൻ ആണെങ്കിലും ഇവർക്ക് ഇന്ത്യൻ ടീമിന്റെ പല വിധത്തിൽ പല രീതിയിൽ പരിശീലിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഖാലിദ് ജമീൽ എന്ന് പറഞ്ഞാൽ ഇന്ത്യക്കാരാണ്. ഇന്ത്യയിലെ ഏറ്റവും മികച്ച പരിശീലകരിൽ ഒരാളാണ്. ജംഷഡ്പൂർ എഫ്സിക്കും നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് എഫ്സിക്കും ഒക്കെ ISLന്റെ പ്ലേ ഓഫ് ബർത്ത് ഉറപ്പിച്ച ഒരു പരിശീലകരിൽ ഒരാളാണ് ഖാലിദ് ജമീൽ. അപ്പോൾ ഖാലിദ് ജമീലിന്റെ തന്ത്രം എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ താരങ്ങളെ മനസ്സിലാക്കിയിട്ട് ഗ്രൗണ്ട് ലെവലിൽ അവരെങ്ങനെ കളിക്കണമെന്നും എവിടേക്ക് കളിക്കണമെന്നും ഒക്കെ തന്ത്രങ്ങൾ അറിയുന്ന ഖാലിദ് ജമീലിന്റെ തന്ത്രം എന്ന് വെച്ചാൽ, ഖാലിദ് ജമീൽ കൂടുതൽ ഡിഫൻസീവിനായാണ്. ഏത് ടീമായി നമ്മുടെ എതിരെ കളിക്കുന്നത് ഏത് ടീമാണോ അതിനനുസരിച്ച് കളിയുടെ ഗതി മാറ്റാൻ നിർണ്ണയിക്കാൻ കരുത്തുള്ള ഒരു പരിശീലകൻ തന്നെയാണ് ഖാലിദ് ജമീൽ. അതാണ് നമ്മളിപ്പോൾ ഒമാനെതിരെയാണെങ്കിലും ഒമാനെതിരെ നമ്മൾ ഫസ്റ്റ് മുതലേ നമ്മൾ ഡിഫൻസ് കിട്ടുന്ന അവസരങ്ങളിൽ കൗണ്ടർ അറ്റാക്കിലൂടെയൊക്കെ നമുക്ക് ഗോളടിക്കാൻ കിട്ടുന്ന അവസരങ്ങൾ യൂസ്ഫുൾ ആക്കിയിട്ടാണ് ഖാലിദ് ജമീൽ അവിടെ ഇതാക്കിയത്. അത് താജിക്കിസ്ഥാനായിക്കോട്ടെ, നമുക്കറിയാം 12 മിനിറ്റിനുള്ളിലാണ് 2 ഗോളുകളും ഇന്ത്യ അടിച്ചത്. അതൊക്കെ ഒരു തന്ത്രമാണ്. കാരണം ഇതുവരെ ഇന്ത്യൻ ഫുട്ബോളുമായി ബന്ധപ്പെട്ടുള്ള പല കാര്യങ്ങളും നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ രാജ്യം അല്ലെങ്കിൽ ഈ രാജ്യത്തെ ഫുട്ബോൾ ടീം എവിടെയെങ്കിലേക്ക് എത്തുമോ എന്നുള്ളതൊക്കെ പല രീതിയിൽ നമ്മുടെ പല വിഷയങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ചർച്ച ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കറിയാം നമ്മുടെ പല പ്രശ്നങ്ങളും ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് എങ്കിലും നമുക്ക് ഒരു വലിയൊരു ശുഭപ്രതീക്ഷയാണ്. കാരണം അറേബ്യൻ കൺട്രീസൊക്കെ ഫുട്ബോളിന് നൽകുന്ന ഇമ്പോർട്ടൻസ് ഒക്കെ നമുക്ക് വളരെയധികം വ്യക്തമായിട്ട് അറിയാം. അപ്പോൾ ഒമാനെതിരെയാണ് നമ്മൾ 3-ാം സ്ഥാനം നേടിയത്. പെനാൽറ്റി ഷൂട്ടൗട്ടിലാണ് ഇന്ത്യ ജയിച്ചത്. അതുപോലെ ഇന്ത്യയുടെ മികച്ച ഗോൾ കീപ്പറായ ഗുർപ്രീത് സിംഗ് സന്ധു, അതുപോലെ ഇന്ത്യയുടെ മറ്റു മികച്ച താരങ്ങൾ, മലയാളി താരങ്ങളായ ഒരുപാട് താരങ്ങളൊക്കെ ഇന്ത്യൻ ടീമിലുണ്ട്. അതുപോലെ തന്നെയാണ് അണ്ടർ-23 ആണെങ്കിലും. ഇപ്പോൾ ഇന്ത്യൻ ഫുട്ബോൾ വളരെയധികം ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇന്ത്യൻ ഫുട്ബോൾ ആരാധകരെ സംബന്ധിച്ചിടത്തോളം സന്തോഷകരമായ ഒരു നിമിഷങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. അണ്ടർ-23 ആണെങ്കിലും അവർക്ക് AFC ഏഷ്യൻ കപ്പ്, സൗദി അറേബ്യയിൽ നടക്കുന്ന ഏഷ്യൻ കപ്പിന് ഉറപ്പിക്കാൻ പറ്റിയിട്ടില്ല എങ്കിലും മികച്ചൊരു പ്രകടനം തന്നെയാണ് ബഹ്റൈനെതിരെയും ഖത്തറിനെതിരെയും അതുപോലെ ബ്രൂണോക്കെതിരെയും ഒക്കെ ഇന്ത്യൻ അണ്ടർ-23 ടീം കാഴ്ചവെച്ചത്. ആ പ്രകടനം ഒരു വേൾഡ് ക്ലാസ് ഗോളുകളാണ്. ബിപിൻ മോഹനും നമ്മുടെ മുഹമ്മദ് സുഹൈലും സനാനും ഒക്കെ നമ്മുടെ ശ്രീകുട്ടൻ അടക്കമുള്ള താരങ്ങൾ നേടിയത്. അപ്പോൾ ഇതൊക്കെ വലിയ പ്രതീക്ഷയാണ്. ഭാവിയിലേക്ക് രൂപപ്പെടുത്താൻ പറ്റുന്ന തരത്തിലേക്ക് ഒരു പ്രതിഭാധരായ ഒരു ടീമിനെ വാർത്തെടുക്കാനും മികച്ച രീതിയിലുള്ള കളികൾ കാഴ്ചവെക്കാനും ഒക്കെ ഇത് വലിയൊരു അവസരം തന്നെയാണ് നമുക്ക് തുറന്നു നൽകുന്നത്.